അരുൺ പാറാട്ട് കൂടി ദുബായിൽ നമ്മോടൊപ്പം ചേരുന്നു. അരുൺ, ഈ ക്രൈം സ്പോട്ട് എന്ന് പറയുന്നത് ഷാർജയാണ്. അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സതീഷ് ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടില്ല, ഇപ്പോഴും ഒരു കൊലപാതക സംശയം നിലനിൽക്കുന്നു, ഇവിടെ പോലീസ് കേസ് അടക്കം എടുത്തു. ഷാർജയിലെ അന്വേഷണത്തിന്റെ ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണ്? ഒപ്പം അതിലെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? സുഹേൽ, തീർച്ചയായും നമ്മളിപ്പോൾ ഈ ഒരു അതുല്യയുടെ ഭർത്താവ് സതീഷുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു. സതീഷ് പറയുന്ന കാര്യങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ ചെറിയ പൊരുത്തക്കേടുകൾ നമുക്ക് തന്നെ തോന്നുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ മരണത്തിൽ തനിക്ക് സംശയമുണ്ട്, താൻ പുറത്തുപോയി തിരികെ വരുമ്പോൾ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു, മറ്റാരോ കൊലപ്പെടുത്തിയ രീതിയിലാണ് എന്ന സംശയമുണ്ട് എന്ന് ഒരു ഭാഗത്ത് പറയുകയും, മറുഭാഗത്ത് അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അതുല്യ കഴുത്തിൽ കുരുക്കിട്ട് ബോട്ടിമിൽ വിളിച്ച് കാണിച്ചു തന്നു എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. ഈ രീതിയിൽ അദ്ദേഹം പറയുന്നതിൽ തന്നെ പൊരുത്തക്കേടുകളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ ഈ ബോട്ടിങ്ങിൽ ഈ രീതിയിൽ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ് ഈ ഒരു അന്വേഷണം കൂടുതൽ നടത്തേണ്ടതുണ്ട്, അതിൽ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്, എന്തായാലും സത്യം പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സതീഷ് പറയുന്ന മറ്റൊരു കാര്യം, തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ അതുല്യയെ, അതുകൊണ്ടാണ് ഈ രീതിയിലെല്ലാം സംഭവിച്ചത് എന്ന രീതിയിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇദ്ദേഹം ഈ അതുല്യയെ മർദ്ദിക്കാറുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അതൊരു പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു സാധാരണ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം കരുതുന്നത്. ആ രീതിയിലാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് അതുല്യയെ മർദ്ദിക്കുന്നതും അതുല്യയോട് ഈ രീതിയിലെല്ലാം പെരുമാറുന്നതും തനിക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇതൊരു സാധാരണ സംഭവം എന്ന രീതിയിലാണ് സതീഷ് കാണുന്നതെന്നാണ് സതീഷിന്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് തന്നെ ആരോപിച്ച് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകുമെന്ന് അതുല്യയുടെ ഇവിടെയുള്ള കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിൽ അവർ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇന്നിപ്പോടെ അവധി ദിവസമാണ്, നാളെയോടെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ സതീഷ് ഇവിടെ കൂടുതൽ നിയമ നടപടികളിലേക്ക് നേരിടേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരും. ഇനി നാട്ടിലും വിദേശത്തും നിയമ നടപടികൾ തുടരുകയാണ്. വിവാഹമെന്ന വ്യവസ്ഥിതി സ്ത്രീകളെ അടിമവൽക്കരിക്കാനുള്ള സംവിധാനമാണെന്ന് കരുതുന്ന ചില നികൃഷ്ടർ ഏറെയും കുറഞ്ഞും നമ്മുടെ സമൂഹത്തിൽ അങ്ങിങ്ങായി ഉണ്ട് എന്നത് നമ്മളെ പേടിപ്പിക്കുന്ന കാര്യമാണ്. കടുത്ത നടപടികൾ ഉണ്ടാകട്ടെ.